ഇന്ന് മക്കൾ സ്കൂളിൽ റിപ്പോർട്ട് കാർഡ് ഡേ ആണ്. അതായത് മക്കൾ തോറ്റോ ജയിച്ചോ എന്നൊക്കെ അറിയാം. ഇത് ഞാൻ വാങ്ങിയ പുതിയ കണ്ണടയാണ് കേട്ടോ. ഇത് കിട്ടിയ പിന്നെ ഫസ്റ്റ് പുറത്തു പോക്ക് ഇതാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടിയ പിന്നെ വേഗം തന്നെ ഇടണം കേട്ടോ. അത് സ്കൂൾക്ക് പോവാണോ അത് മീൻ വാങ്ങാൻ പോവാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അങ്ങനെ പൊന്നിച്ച് വെക്കുന്ന സ്വഭാവം എനിക്കില്ല കേട്ടോ. മുടി കെട്ടി വെച്ചതേനു, പക്ഷെ കണ്ണട ഇട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ മൊത്തത്തിലൊരു ഒരു സുഖമില്ലായ്മ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് മുടി അഴിച്ചിടണം കേട്ടോ ഇഷ്ടം. അഴിച്ചിട്ടപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. അപ്പോൾ പിന്നെ ബാഗും തൂക്കി പോവാണ് കേട്ടോ. ബാഗൊക്കെ എടുക്കുന്നത് ഓരോ എന്തായാലും ഓരോ എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് എടുത്തിട്ടിട്ട് പോരണ്ടേ. അപ്പോൾ അതിനാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരാൾ എണീക്കണില്ല. സ്കൂൾക്കാണെന്ന് പറഞ്ഞപ്പോൾ തീരെ എഴുന്നേൽക്കണില്ല മൂത്ത ആൾ കേട്ടോ. ആര്യന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേഗവും ഫുള്ളി പ്രിപ്പയർഡായിട്ട് കൂളിംഗ് ഗ്ലാസും ചെയിനും എല്ലാം വെച്ചിട്ട് സെറ്റപ്പായി വരികയാണ് കേട്ടോ. ആദ്യം തന്നെ ആര്യൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് ഓൻ ഓടിച്ചാടി നടക്കുകയാണ്. പിന്നെ അവൻ്റെ ക്ലാസ് ഫോട്ടോ ഒക്കെ കിട്ടി. അതിൽ ഓൻ്റെ ഓനത്തനൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൻ്റെ ടാറ്റൻ്റെയും റിപ്പോർട്ട് കാർഡൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവൻ്റെ സ്കൂളിൻ്റെ ഓരോ മുക്കും മൂലം പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എൻട്രൻസിൽ തന്നെ ഇവർ തോറ്റവരും ജയിച്ചവരൊക്കെ ലിസ്റ്റ് അവിടെ ഓരോ ക്ലാസ്സിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി ഇവരൊക്കെ ഏറൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി. രണ്ടാളും വലിയ കുഴപ്പമില്ലാതെ പാസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ക്ലാസ്സിലുള്ള അവരെ കെട്ടിപ്പിടിക്കുന്ന ഫ്രണ്ട്സും മടി കൂടുന്ന ഫ്രണ്ട്സൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരാണ്. വീട്ടിലെത്തിയപ്പോൾ മറ്റോന് ജസ്റ്റ് ഓണർന്ന് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പോൾ അവനും റിപ്പോർട്ട് കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലിയോനൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ടായിരുന്നു. അവനൊരു ഇഞ്ചക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് റെയിനും കൂടി വന്നു കേട്ടോ. അപ്പോൾ അവനെയും ഡ്രസ്സ് മാറ്റിച്ച് ലിയോനും കഷ്ടപ്പെട്ട് ഈ കാറിൻ്റെ ഉള്ളിൽ കയറ്റി അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ കണ്ടപ്പോൾ തന്നെ അവൻ കിടന്ന് വിറക്കായിരുന്നു കേട്ടോ. കണ്ടാൽ ലുക്ക് ഉണ്ടെന്നുള്ളൂ. ഹോസ്പിറ്റൽ കണ്ടാൽ പിന്നെ അവന് ഒന്നും വയ്യ കേട്ടോ. പിന്നെ അവൻ്റെ കാര്യങ്ങളും കൂടി തീർത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.